മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ വി.എം. സുധീരൻ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ നിലവിലെ കാലാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നു. എത്രത്തോളമുണ്ട് UDFിൻ്റെ വിജയപ്രതീക്ഷ? അല്ല, തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി വന്നിരിക്കുകയാണ്. UDF 2020 വിജയം നേടും എന്നുള്ളത് കൂടുതൽ ആ നിലപാടിന്, ആ അവകാശവാദത്തിന് പിൻബലം കിട്ടി വരികയാണ്. എന്തൊക്കെയാണ് UDFിൻ്റെ വിജയപ്രതീക്ഷയുടെ അടിസ്ഥാനം? അത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല പ്രതികരണമാണ്. ഒന്ന്, ജനങ്ങൾ എന്തിന് നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യണം, എന്തിന് പിണറായിക്ക് വോട്ട് ചെയ്യണം? അവർ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നേരെ ചൊവ്വേ അവർ ചെയ്തിട്ടുണ്ടോ? തന്നെയുമല്ല, ജനങ്ങൾക്ക് നന്മ വരുന്ന, ജനങ്ങൾക്ക് ആശ്വാസകരമായ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു എന്ന് നരേന്ദ്രമോദിക്കോ പിണറായി വിജയനോ അവകാശപ്പെടാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. മറിച്ച് ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും അവർ നൽകിയ വാഗ്ദാനങ്ങളൊക്കെ ലംഘിച്ചു. ശരിക്കും പറഞ്ഞാൽ മോഡിയുടെ ഗ്യാരണ്ടി ഒന്നുപോലും നേരെ ചൊവ്വേ പരിപാലിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കള്ളപ്പണം പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു, വിദേശ രാജ്യങ്ങളിലെ കള്ളപ്പണം പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ഒരു ആളോഹരി പാവങ്ങൾക്ക് 15 ലക്ഷം വീതം നൽകുമെന്ന് പറഞ്ഞു. എന്താ സ്ഥിതി? പട്ടിണി പരിഹരിക്കും, ദാരിദ്ര്യം ഉച്ചാടനം ചെയ്യും മോഡിയുടെ മറ്റൊരു വാഗ്ദാനമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ നിലവിലുള്ള തസ്തികകളിൽ പോലും നിയമനം നടത്താതെ തൊഴിലില്ലായ്മ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് നേരെ ഇരട്ടിയായി മാറുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ജവഹർലാൽ നെഹ്റുവിനെ പോലെ ലോകം കണ്ട ഏറ്റവും വലിയ ജനാധിപത്യവാദി പ്രതിപക്ഷങ്ങളെപ്പോലും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോയി. അതേ സ്ഥാനത്ത് നിന്നെന്താ, പാർലമെൻറ്റ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യല്ലേ? 141 പാർലമെൻറ്റ് അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തിട്ട് ജനാധിപത്യത്തെക്കുറിച്ച് എന്ത് പറയാനാണ്? ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്തായിരിക്കും? ഇപ്പോൾ ഇന്ത്യ മുന്നണി വന്നപ്പോൾ വലിയ പ്രതീക്ഷ, ഇടയ്ക്ക് നിതീഷ് കുമാർ ഒന്നും കാലുമാറിയപ്പോൾ ചെറിയൊരു നിരാശ. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ആ വൻ റാലിയോടുകൂടി ഒരു പുതിയ ചൈതന്യം, ഒരു പുതിയ ആവേശം വന്നിരിക്കുകയാണ്. ഇന്ത്യ മുന്നണി വിജയത്തിലെത്തും എന്നൊരു ആത്മവിശ്വാസം കൂടുതലായി കൈവരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമുക്കൊരു കാര്യം, നിർഭാഗ്യകരമായൊരു സംഗതി, ഇതിനൊക്കെ നരേന്ദ്രമോദിയുടെ ഏകാധിപത്യത്തെ എതിർക്കുന്നു എന്ന് അവകാശപ്പെടുന്ന CPMൻ്റെ പ്രതിനിധിയാണല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി. CPMൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ് അദ്ദേഹം. ഈ ദേശീയ തലത്തിൽ CPM നേതൃത്വം പോലും ഉൾക്കൊള്ളുന്ന വികാരം അദ്ദേഹം പ്രതിഫലിപ്പിക്കുന്നില്ല. അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ എതിരാളി നരേന്ദ്രമോദിയല്ല, അദ്ദേഹത്തിൻ്റെ എതിരാളി കോൺഗ്രസ്സാണ്, അദ്ദേഹത്തിൻ്റെ എതിരാളി രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതിൻ്റെ ഒരു ധൈര്യമൊരംശമെങ്കിലും മോഡിയെ വിമർശിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ നരേന്ദ്രമോദിയുമായിട്ടുള്ള ഒരു ധാരണ അദ്ദേഹം വെച്ചു പുലർത്തുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ കാണുന്നത്. നരേന്ദ്രമോദിക്കെതിരെയോ പിണറായി വിജയനെതിരെയോ ആർക്കെതിരെ വോട്ട് ചെയ്യണമെന്നതാണ് UDFിൻ്റെ ആവശ്യം? അല്ല, രണ്ടിനുമെതിരെ വോട്ട് ചെയ്യും. കാരണം രണ്ട് കൂട്ടരും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശമാണ്. അതിൽ രണ്ട് കൂട്ടരും നടപടികൾ തമ്മിൽ യോജിപ്പുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ പാർലമെൻ്ററി ജനാധിപത്യത്തെക്കുറിച്ച് മോഡിക്കുള്ള സങ്കല്പം, മോഡി അതിനെ അട്ടിമറിക്കുന്നു, സംശയമില്ല. കേരളത്തിലും ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കെതിരെ കൃത്യമായി എഴുതി തയ്യാറാക്കിയ ആക്ഷേപം നിയമസഭയിൽ ഉന്നയിക്കാൻ അവസരം കൊടുത്തില്ല. ശ്രീ മാത്യു കുഴൽനാടൻ അത് ഉന്നയിക്കാൻ നോട്ടീസ് നൽകിയപ്പോൾ ബഹുമാനപ്പെട്ട സ്പീക്കർ, കേരള നിയമസഭാ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്യാനുണ്ടായത്. മുഖ്യമന്ത്രിക്കെതിരെ വിമർശിക്കാൻ അവസരം നൽകുന്നില്ലെങ്കിൽ, പ്രധാനമന്ത്രിക്കെതിരെ വിമർശിക്കാൻ അവസരം നൽകുന്നില്ലെങ്കിൽ എന്ത് പാർലമെൻ്ററി ജനാധിപത്യത്തെ ആണ് നിലനിൽക്കുന്നത്? അപ്പോൾ ഒരേ സ്വഭാവത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. രണ്ട്, അഴിമതിയുടെ കാര്യത്തിലെന്താ, സാമ്പത്തിക സമീപനത്തിൻ്റെ കാര്യത്തിലെന്താ? സാമ്പത്തിക സമീപനം നരേന്ദ്രമോദിയും കൂട്ടരും മുതലാളിമാർക്ക് വേണ്ടി നിൽക്കുന്നു, കുബേരന്മാർക്ക് വേണ്ടി നിൽക്കുന്നു, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിൽക്കുന്നു. അക്ഷരാർത്ഥത്തിൽ പിണറായി ആർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്? പാവങ്ങൾക്ക് വേണ്ടിയാണോ?
പിണറായി നിലകൊള്ളുന്നതും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്, കമ്പനികൾക്ക് വേണ്ടിയാണ്. UDF ആഗ്രഹിക്കുന്നത് പോലെ CMRൽ ഒരു വലിയ ഇമ്പാക്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുമോ? തീർച്ചയായും. ജനങ്ങൾ കാണുകയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതൃതലത്തിൽ വന്നിട്ടുള്ളൊരു അധപ്പതനം. ഞാൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റേതായ റോള് ദേശീയ രാഷ്ട്രീയത്തിൽ നിർവഹിക്കാനുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പാവങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി സംസാരിച്ചിരുന്ന, പ്രവർത്തിച്ചിരുന്ന AKGയുടെ പ്രസ്ഥാനം, EMSൻ്റെ പ്രസ്ഥാനം, P. കൃഷ്ണപ്രിയയുടെ പ്രസ്ഥാനം എവിടെ നിൽക്കുന്നു? വൻകിട കുത്തകക്കാർക്ക് വേണ്ടിയല്ലേ നിൽക്കുന്നത്? പാവങ്ങൾക്ക് വേണ്ടിയാണോ? ഇത് സാധാരണ ജനങ്ങൾ മാത്രമല്ല, CPMലൊക്കെ അണിചേർന്നിട്ടുള്ള സാധാരണക്കാരായ പ്രവർത്തകർ, സാധാരണ വിശ്വാസികൾ ചിന്തിക്കും ഇതേക്കുറിച്ച്. അതുകൊണ്ട് സ്വന്തം പാർട്ടിയെ തിരുത്താനുള്ള CPM അണികൾക്ക് കിട്ടിയ ഒരു അവസരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. പത്മജ വേണുഗോപാൽ അടക്കമുള്ളവർ പാർട്ടി വിട്ടുപോകുന്നത് തെറ്റായ സന്ദേശം നൽകില്ലേ? ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കൂറുമാറ്റത്തെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്നെ വളരെയേറെ സ്പർശിച്ചിട്ടുണ്ട് കാര്യം ഞാൻ തുറന്നു പറയാം. ഈ പാർട്ടി വിട്ട് പാർട്ടി മാറുന്ന ഇപ്പോൾ തുടങ്ങിയതല്ലല്ലോ, കുറേ നാളുകളായി നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് ഈ പാർട്ടി വിട്ട് പാർട്ടി മാറുക, പിന്നെ അങ്ങനെ പാർട്ടി മാറി വരുന്നവരെ മറ്റ് പദവികൾ നൽകി അംഗീകരിക്കുക, അല്ലെങ്കിൽ അവരെ അതാത് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളായി നിർത്തുക, ഒരു പാർട്ടിയിൽ നിന്നും മാറി നേരെ മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മാറുക, എല്ലാ പാർട്ടികളും ചെയ്തിട്ടുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയെക്കുറിച്ചല്ല. ഈ കാര്യം സ്വതന്ത്രമായ കൃത്യമായ അഭിപ്രായം എനിക്കുണ്ട്. എൻ്റെ അഭിപ്രായം ഇപ്പോൾ കൂറുമാറ്റ നിരോധന നിയമം അതിൻ്റെ പരിധിയിൽ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ മാത്രമാണ് ഉൾപ്പെടുന്നത്. അതല്ല, പാർട്ടി വിട്ട് പാർട്ടി മാറുന്ന അവസരവാദികളായ ആളുകളെ അവർക്കൊരു കൂച്ചുവിലങ്ങ് എടുക്കുന്ന ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകണം. ഒരു പാർട്ടി വിട്ടൊരു മറ്റു പാർട്ടിയിലേക്ക് പോയാൽ ഒരു കാരണവശാലും അവർ ഉടനെ തന്നെ മറ്റൊരു പദവിയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകരുത്, തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. മറ്റൊരു പദവിയിലേക്ക് വരികയായാലും തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയാവുന്നതായാലും ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞിട്ടേ പാടുള്ളൂ. അങ്ങനെ ഒരു മാറ്റം നിയമത്തിൽ വരേണ്ടത് ആവശ്യമാണ്. അന്വേഷണ ഏജൻസികളെ ഭയന്ന BJPയിലേക്കുള്ള കൂടുമാറ്റത്തെ എങ്ങനെ കാണുന്നു? ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ നരേന്ദ്രമോദി സെൻട്രൽ ഏജൻസീസിനെ വളരെ ദുരുപയോഗപ്പെടുത്തുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു ഒരു പ്രതിഭാസമായി കാണുന്നത് ഇങ്ങനെയുള്ള നടപടികൾക്ക് EDയുടെ നടപടിക്കോ ഇൻകം ടാക്സിൻ്റെ നടപടിക്കോ കസ്റ്റംസിൻ്റെ നടപടിക്കോ വിധേയരായ ആളുകൾ BJPയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പോൾ പ്രഫുൽ പട്ടേലിൻ്റെ കാര്യം നമുക്ക് കൃത്യമായിട്ടറിയാം, മറ്റെത്രയോ പേരുടെ കാര്യം അറിയാം, നമുക്കറിയാം. അപ്പോൾ അവർക്ക് പിന്നെ കിട്ടുന്നത് വലിയൊരു അംഗീകാരമാണ്. അവർക്ക് സ്ഥാനങ്ങൾ കൊടുക്കുന്നു, പദവികൾ കൊടുക്കുന്നു, അവരുടെ പേരിലുള്ള എല്ലാ നടപടികളും അല്ലെങ്കിൽ മുന്നോട്ട് പോകാത്ത ഒരു സ്ഥിതിവിശേഷം. അതാണ് ശരിക്കും പറഞ്ഞാൽ നരേന്ദ്രമോദി നമ്മുടെ ജനാധിപത്യത്തെയും ജനാധിപത്യ സംവിധാനത്തെയും പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റിനെ വളരെയേറെ തകർത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ലോകത്തിൻ്റെ മുന്നിൽ കൂടുതൽ അപമാനിതരാകുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നരേന്ദ്രമോദിക്ക് അറുതി വരുത്തുക. ഇന്ത്യ കണ്ട ഏറ്റവും മോശപ്പെട്ട ഗവൺമെൻറ്റാണ് നരേന്ദ്രമോദിയുടെ. കേരളം കണ്ട ഏറ്റവും മോശപ്പെട്ട ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ്റേത്. ഈ രണ്ട് ഗവൺമെൻറ്റുകൾക്കും ഒരു അറുതി വരേണ്ടത് ജനതാൽപര്യം മുൻനിർത്തി അനിവാര്യമാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകുകയാണ് VM സുധീരൻ. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.